താളിക്കുണ്ട് ചെറിയ ഇടച്ചി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2026 തെയ്യംകെട്ട് മഹോത്സവം നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കൂവ മളക്കുന്നതിനായുള്ള നെല്ല് കൃഷി ചെയ്തുണ്ടാക്കുന്നതിനായി ഞാറുനടിയിൽ ഉത്സവം ബഹുജന പങ്കാളിത്തത്തോടെയാണ് നടുവട്ടം വയലിൽ നടന്നത്. വിത്തിറക്കി തയ്യാറാക്കിയ ഞാറ്റടികൾ ഭക്തജന കൂട്ടായ്മയിൽ ശേഖരിച്ച് ദേവസ്ഥാനത്തെത്തിച്ച് ക്ഷേത്ര ദേവസ്ഥാനം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തറവാട്ടിൽ നടന്ന പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ശേഷം നടുവട്ടം വയലിലെ കൃഷിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. തുടർന്ന് നടന്ന ഞാറുനടയിൽ ഉത്സവയോഗം പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ചരിത്രം അവകാശപ്പെടുന്ന താളിക്കുണ്ട് എടച്ചി തറവാടിന്റെ ദേവസ്ഥാനത്തിന്റെ ഭാഗമായി 2026 നടത്തപ്പെടുന്ന ഒരു മഹോത്സവത്തിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. ഈ ഗ്രാമം എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ടുള്ള ഒരു മഹോത്സവത്തിന് സാക്ഷിയാവാൻ വേണ്ടി പോവുകയാണ്. മാനവരാശിയുടെ ഐക്യത്തിന്റെയും മാനവരാശിയുടെ ഒരുമയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മഹോത്സവമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. വയനാട്ടുകുലവന്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും അറിയാവുന്നതല്ല. ആ കുലദൈവത്തിന്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി പാത്രീഭൂതരാകാൻ വേണ്ടി അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ദേവസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ വയ്യോത്ത് അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ കൃഷി ഓഫീസർ ജയപ്രകാശ് വിശദീകരണം നടത്തി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ A. ഷീബ, 11ാം വാർഡ് മെമ്പർ MV നാരായണൻ, അജാനൂർ പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ സിന്ധു ബാബു, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി, പുതിയ സ്ഥാന സെക്രട്ടറി നിതീഷ്, കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ, വിഷ്ണുമംഗലം പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാമൻ മധുരമ്പാടി, വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് മെമ്പർ നാരായണൻ വിഷ്ണുമംഗലം, മധുരമ്പാടി മുത്തപ്പൻ ദേവസ്ഥാന പ്രസിഡന്റ് A. കുഞ്ഞിരാമൻ, താളിക്കുണ്ട് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന പ്രസിഡന്റ് C. കുഞ്ഞമ്പു, സുധീർ ബാബു, ബാലകൃഷ്ണൻ നായർ കണ്ടത്തിൽ, ദാമോദരൻ മധുരമ്പാടി, M. നാരായണി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി വിശ്വൻ വയ്യോത്ത് സ്വാഗതവും ട്രഷറർ രാജേന്ദ്രൻ മധുരമ്പാടി നന്ദിയും പറഞ്ഞു. തുടർന്ന് നാട്യപ്പാട്ടിന്റെ അകമ്പടിയോടെ നടുവട്ടം വയലിൽ ആബാലവൃത്തം ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഞാറുനടിയിൽ ഉത്സവം കണ്ണിനും കാതിനും കുളിർമയുള്ള കാഴ്ചയായി മാറി. പ്രകത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമാലർക്കാവിൽ കൂത്തല്ലാതെ അഞ്ഞേനാ കാവിലെ പുരാമേല സ്വപ്നവും കണ്ടു ഉണ്ണിയാർച്ച പുലരുവാനേഴരാവുള്ളപ്പോ ഞെട്ടിയോണരുന്നു ഉണ്ണിയാർച്ച കാക്കുണ്ടൽ നന്നായി കൂടഞ്ഞു കെട്ടി ആടകൾ നന്നായി കൂടഞ്ഞൂടത്തു പടകാളി മുറ്റത്തു ചെന്നിറങ്ങി കാലും മൂഴവും കാഴുകിയോള് വാതിൽ തുറന്നു പെണ്ണ്. 2026 നടക്കുന്ന ദൈവംകെട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് കൂവമളക്കൽ ചടങ്ങിനുള്ള നെല്ല് ഉൽപ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള നെൽകൃഷിയുടെ ഞാറുനടൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ ഉത്സവത്തിന് വേണ്ടുന്ന കൂവമളക്കലിന് ഏകദേശം 100ഓളം പറ നെല്ല് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ഇതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് കൃഷി ഓഫീസറും മറ്റ് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. മറ്റ് നാട്ടുകാരും എല്ലാവരും സഹകരിച്ചുകൊണ്ട് വലിയൊരു ജനപങ്കാളിത്തത്തോടെയാണ് ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. 2 ഏക്കർ സ്ഥലത്ത് ഉമാ നെൽവിത്തിനത്തിന്റെ ഞാറ്റടിയാണ് കൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന വിളവ് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ചടങ്ങായ കൂവമളക്കലിന് ഉപയോഗിക്കും. മിച്ചം വരുന്നവ മഹോത്സവ ദിനങ്ങളിലുള്ള അന്നദാനത്തിനായി ഉപയോഗിക്കും. പുല്ലൂർ പെരിയ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.